ജീവിത വിജയത്തിന് പലതരത്തിലുള്ള നല്ല ശീലങ്ങൾ നമുക്ക് ആവശ്യമാണ്. അങ്ങനെ ഒത്തിരി ഒന്നും പറയണ്ട, ഏതെങ്കിലും ഒരു ശീലം വേണം അതിനെപ്പറ്റി പറയാൻ പറഞ്ഞാൽ ഞാൻ പറയുക സെൽഫ് ലവിനെ പറ്റിയിട്ടാണ്. കാരണം ആ ഒരു ശീലം നമുക്കുണ്ടെങ്കിൽ മറ്റ് ഗുണങ്ങളൊക്കെ നമ്മളിലേക്ക് സ്വയം വന്നു ചേരും. ഇരുമ്പ് കാന്തവും തമ്മിലുള്ള ബന്ധം പോലെയാണ്. കാന്തം ഇരുമ്പിനെ ആകർഷിക്കുമെന്ന് പറഞ്ഞതിൻ്റെ കൂട്ടാണ്. സെൽഫ് ലവ് ഉള്ള ആൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടുന്ന മറ്റു ഗുണങ്ങൾ സ്വാഭാവികമായി ഉണ്ടാകും എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്വന്തം വ്യക്തിത്വത്തെ പറ്റിയിട്ട് ഒരു ധാരണയുള്ള വ്യക്തിക്ക് മാത്രമേ സെൽഫ് ലവ് ഉണ്ടാവുകയുള്ളൂ. നമ്മുടെ കുറവുകൾ എന്തൊക്കെയാണ്, നമ്മളുടെ കഴിവുകൾ എന്തൊക്കെയാണ്, ഇതിനെപ്പറ്റി തിരിച്ചറിവുണ്ടാകണം. നമുക്ക് നമ്മളോടൊരു സ്നേഹം തോന്നണമെങ്കിൽ ആദ്യം നമുക്ക് വേണ്ടുന്ന ഗുണം അതാണ്. അത് ഇല്ലെങ്കിലുള്ള പ്രശ്നം, സെൽഫ് ലവ് ഇല്ലെങ്കിലുള്ള പ്രശ്നം, നമ്മളുടെ കുറവുകളിൽ നാം ഭയങ്കരമായിട്ട് നിരാശപ്പെടും. മറ്റുള്ളവരായിരിക്കും പലപ്പോഴും നമ്മളുടെ കുറവുകൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. അപ്പോൾ എന്നെ ഒന്നിനും കൊള്ളില്ല, ഞാൻ കഴിവ് കുറഞ്ഞ ഒരാളാണ് എന്ന് തോന്നി ഡിപ്രഷനിലേക്കോ അല്ലെങ്കിൽ ജീവിതത്തിൽ നാം നമ്മളുടെ കഴിവ് തെളിയിക്കേണ്ട സന്ദർഭങ്ങളിൽ അതിൽ നിന്ന് പിന്നോട്ട് പോകുന്ന അവസ്ഥയിലേക്കോ ഒരു വ്യക്തി വന്നെത്തും എന്നുള്ളതാണ് സെൽഫ് ലവ് ഇല്ലാത്തവരുടെ അവസ്ഥ. ഇത് നമുക്കൊരു പോസിറ്റീവ് മെന്റൽ ആറ്റിറ്റ്യൂഡ് നൽകും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടുന്ന ഒരു മനോഭാവം പോസിറ്റീവായിട്ടുള്ള മനോഭാവമാണ്. നമ്മളുടെ കഴിവുകളെ നമുക്ക് വളർത്താൻ ഒരു ലേണിംഗ് ആറ്റിറ്റ്യൂഡ് നമുക്കുണ്ടാകാൻ, പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ, മറ്റുള്ളവരെ കേൾക്കാൻ, കാര്യങ്ങൾ മനസ്സിലാക്കാൻ, ജീവിതത്തിൻ്റെ നമ്മളുടെ മുമ്പിലുള്ള വെല്ലുവിളികളോട് പോരാടാൻ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നമ്മളെ സഹായിക്കും. രണ്ടാമത്, സെൽഫ് ലവ് കൊണ്ട് നമുക്ക് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെച്ചം, നമുക്ക് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ലൈഫ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ജീവിതത്തിൽ ഭൂരിഭാഗം ആൾക്കാരും പരാജയപ്പെടുന്നതിന്റെ കാരണം എന്താണ് ചെയ്യേണ്ടത് എന്ന് അവർക്ക് അറിയാത്തത് കൊണ്ടല്ല പരാജയപ്പെടുന്നത്. ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം. പഠിക്കുന്ന കുട്ടി, സ്കൂളിൽ പഠിക്കുന്ന കുട്ടി അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന കുട്ടി, ഒരു വിദ്യാർത്ഥിനിക്കോ അറിയാമല്ലോ പഠനത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന്. പിന്നെ എന്തുകൊണ്ടാണ് അവർക്കത് ചെയ്യാൻ പറ്റാതെ പോകുന്നത്? നിങ്ങൾ ഒരു ജോലിയോ ബിസിനസ്സോ ചെയ്യുകയാണെങ്കിൽ അത് വിജയിപ്പിക്കാൻ, അതിൻ്റെ ഉയർച്ചകളിലേക്ക് പോകാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്കറിയാമല്ലോ. പലപ്പോഴും ആ അറിയാവുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റാതെ പോകുന്നിടത്താണ് നമ്മുടെ ജീവിതത്തിൽ പരാജയം ഉണ്ടാകുന്നത്. സെൽഫ് ലവ് ഉണ്ടെങ്കിലുള്ളൊരു മെച്ചം, നമുക്ക് ഈ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് നമ്മുടെ മനസ്സിന് ഭയങ്കരമായ ആസക്തികളുണ്ട്. തെറ്റായ കാര്യങ്ങളിലേക്കാണ് നമ്മുടെ മനസ്സ് പലപ്പോഴും ആകർഷിക്കപ്പെടുക. നമ്മളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കുന്ന നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മനസ്സിന് ആഗ്രഹമുണ്ടെങ്കിലും സാധിക്കില്ല എന്നുള്ളതാണ് സത്യം. നമുക്ക് സുഖകരമായിട്ട് നമുക്ക് തോന്നുന്നത് തെറ്റായ കാര്യങ്ങൾക്കാണ്. ഇപ്പൊ രാവിലെ ഉണർന്നെഴുന്നേൽക്കുക എന്ന് പറയുന്നത് നല്ലൊരു ശീലമാണ്. പക്ഷേ ആ രാവിലത്തെ ആ ഒരു ഉറക്കം, വെളുപ്പിനെ നമുക്ക് കിട്ടുന്ന ഒരു ഉറക്കം, അത് വളരെ സുഖകരമല്ലേ? നല്ല തണുപ്പൊക്കെ ഉള്ള അന്തരീക്ഷത്തിൽ, മഴയൊക്കെ ഉള്ള അന്തരീക്ഷത്തിൽ സുഖമായിട്ട്, ഇനി ചൂടുള്ള കാലാവസ്ഥയാണെങ്കിൽ പോലും രാത്രിയിൽ ഉറക്കം ശരിയായില്ലെങ്കിൽ ആ ഉറക്കം കൂടി കിട്ടുന്നത് നമുക്ക് വെളുപ്പാങ്കാലത്താണ്. രാവിലെ എഴുന്നേറ്റ് നടക്കുക, അല്ലെങ്കിൽ ഓടുക, അല്ലെങ്കിൽ ജിമ്മിൽ പോവുക, ഇതൊക്കെ നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തിന് നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ എല്ലാവർക്കും എന്താണ് അത് ചെയ്യാൻ സാധിക്കാത്തതിന്റെ കാരണം? അതാണ് ഒരു ഡിസിപ്ലിൻ ജീവിതത്തിൽ കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫുഡും ഉണ്ട്, അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡും ഉണ്ട്. നമുക്ക് കഴിക്കാൻ കൂടുതൽ രുചി തോന്നുന്നത് ഏതാണ്? ഹെൽത്തി ആയിട്ടുള്ള ഫുഡിനാണോ കൂടുതൽ രുചി തോന്നുന്നത്? നമുക്ക് രുചി തോന്നുന്നത് എപ്പോഴും നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യുന്ന ആഹാരങ്ങളോടായിരിക്കും. അപ്പൊ അങ്ങനെ ഓരോ കാര്യത്തിലും, നമ്മളുടെ ജോലിയിലായാലും ബിസിനസ്സിലായാലും, അത് വിജയിപ്പിക്കാൻ വേണ്ടി നാം ചെയ്യേണ്ട നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് ഈ പറഞ്ഞ ഉദാഹരണങ്ങൾ പോലെ തന്നെ നമുക്ക് മടിയുണ്ടാകും. അപ്പൊ നല്ല ഡിസിപ്ലിനോട് കൂടി ജീവിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ നമുക്ക് സെൽഫ് ലവ് വേണം. നിങ്ങൾക്ക് രാവിലെ വ്യായാമം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളോട്, നിങ്ങളുടെ ശരീരത്തോട് നിങ്ങൾക്ക് സ്നേഹമുണ്ടെങ്കിൽ, നിങ്ങൾ ആ രാവിലെ കിട്ടുന്ന ഉറക്കത്തിലല്ല നിങ്ങൾ സുഖം കാണുന്നത്. രാവിലെയുള്ള ആ വ്യായാമത്തിന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കും. രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കും. അതുപോലെ തന്നെയാണ് സമ്പത്ത്. സെൽഫ് ലവ് ഉള്ളൊരു വ്യക്തി അദ്ദേഹം ജീവിക്കുന്ന ആ ഒരു ചെറിയ വർത്തമാനകാലത്തെ പറ്റിയിട്ട് മാത്രമല്ല അദ്ദേഹം ചിന്തിക്കുന്നത്, ഭാവിയിൽ വരുന്ന ജീവിതത്തെ പറ്റി കൂടി അദ്ദേഹം ചിന്തിക്കും. ഭാവിയിലെ ജീവിതം മെച്ചപ്പെടുത്തണമെന്ന് ചിന്തിക്കും. അപ്പൊ സ്വാഭാവികമായിട്ട് സമ്പത്ത് ആർജിക്കേണ്ട കാര്യങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യതയോടുകൂടി, അച്ചടക്കത്തോടുകൂടി ചെയ്യുമെന്നുള്ളതാണ്. അതുപോലെ നമ്മുടെ കയ്യിൽ വരുന്ന ധനം, അത് ചെലവാക്കുന്ന കാര്യത്തിലും എന്ത് ചെയ്യും? കൃത്യമായിട്ടുള്ളൊരു അച്ചടക്കം ഉണ്ടാകും, ദുർവ്യയം ഉണ്ടാകില്ല, ആവശ്യത്തിന് പണം ചെലവാക്കും. ഇങ്ങനെ ജീവിതത്തിന് ഒരു അച്ചടക്കം നമുക്ക് കൊണ്ടുവരാൻ
ഈ സെൽഫ് ലവ് നമ്മളെ സഹായിക്കും. മൂന്നാമതായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു നേട്ടം സൗഹൃദങ്ങളാണ്. സ്വാഭാവികമായിട്ട് നല്ല പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാരുമായിട്ട് കൂട്ടുകൂടാൻ വേണ്ടിയിട്ട് ആൾക്കാർ എന്ത് ചെയ്യും? ആഗ്രഹിക്കും. കാരണം പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള വ്യക്തികൾ എപ്പോഴും അവരുടെ സംഭാഷണത്തിലും മറ്റുള്ളവരോട് ഇടപഴകുമ്പോഴും ഒക്കെ അവര് സെൽഫ് റെസ്പെക്ട് കീപ്പ് ചെയ്യും. അവരുടെ എല്ലാ പ്രവൃത്തിയിലും, സെൽഫ് ലവ് ഉള്ള ആളിന്റെ എല്ലാ പ്രവൃത്തിയിലും അവരുടെ അഭിമാനത്തിന്, അവരുടെ വ്യക്തിത്വത്തിന് ക്ഷതമേൽക്കുന്ന ഒരു കാര്യവും അവർ ചെയ്യില്ല. അപ്പൊ അത്തരം വ്യക്തികളുമായിട്ട് കൂട്ടുകൂടാൻ വേണ്ടിയിട്ട് മറ്റുള്ള മനുഷ്യർ ആഗ്രഹിക്കും. ഒരു പൂവ് ഒരു പ്രദേശത്ത് വിരിയുമ്പോൾ ആ പൂവിനെ തേടി പൂമ്പാറ്റകൾ എത്തുന്ന പോലെ, തേനീച്ചകൾ എത്തുന്ന പോലെ നല്ല ഒരു വ്യക്തിത്വം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല സൗഹൃദങ്ങൾ നമ്മളെ തേടി വരും. അപ്പോൾ ഒരു മനുഷ്യന്റെ ഭൂമിയിലെ ജീവിതത്തിൽ അവന് ആവശ്യമായിട്ടുള്ള 3 കാര്യങ്ങളുമായി, അതായത് ആരോഗ്യം, ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യം കിട്ടാൻ വേണ്ടിയിട്ട് സെൽഫ് ലവ് അവനെ സഹായിക്കും. അതേപോലെ തന്നെ സമ്പത്ത് നേടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ജോലിയിലായാലും ബിസിനസ്സിലായാലും കൃത്യമായ അച്ചടക്കത്തോടുകൂടി, ഡിസിപ്ലിനോടുകൂടി പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും ജീവിതത്തിൽ സാമ്പത്തികമായ സുരക്ഷിതത്വം, ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം ഒക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. മൂന്നാമത് ഈ ഭൂമിയിലെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത് നല്ല വ്യക്തിബന്ധങ്ങളാണ്. ഈ ആദ്യം പറഞ്ഞ 2 നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല സൗഹൃദങ്ങളും നമ്മളിലേക്ക് ഉണ്ടാകും. അപ്പോൾ ജീവിതത്തിൽ ലഹരിയുടെ ഒക്കെ പുറകെ പോയി കുത്തഴിഞ്ഞ ജീവിതം നയിക്കുന്ന വ്യക്തികളുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈ സെൽഫ് ലവ് ഇല്ല എന്നുള്ളതാണ്. അവർ താൽക്കാലിക സുഖങ്ങളെ പറ്റിയിട്ടാണ് ചിന്തിക്കുന്നത്. ജീവിതത്തിന്റെ ഭാവി ഘട്ടത്തെ പറ്റിയിട്ട് അവർ ചിന്തിക്കുന്നില്ല. ജീവിതത്തിൽ നമുക്ക് അത്തരം ഒരു നല്ല ശീലം, നമ്മളെ സ്നേഹിക്കാൻ നമ്മൾ പഠിച്ചാൽ അതിലൂടെ നാം ഈ ലോകത്തെ സ്നേഹിക്കാൻ പഠിക്കും, മറ്റു മനുഷ്യരെ സ്നേഹിക്കാൻ പഠിക്കും. ഈ ജീവിതത്തെ മനോഹരമാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ശീലം നമ്മളെ സഹായിക്കും.